അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ ആയിട്ട് ഒരു പരിപാടി പങ്കെടുക്കുന്നതിനിടെ ഈ പറയുന്ന പോലെ ആ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് നിതാമോൾ പോകുന്നൊരു കാഴ്ച ഉണ്ടായി. അത് വലിയ വാർത്തകളിലിടം നേടി, അന്ന് വലിയ കേസാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. സത്യത്തിൽ എന്താണ് അന്ന് അങ്ങനെ പോകാനിടയായ സാഹചര്യം? അന്ന് നമുക്ക് നിർദ്ദേശം ഉണ്ടല്ലോ, നമുക്ക് നിർദ്ദേശമില്ല എന്നാണ് നിങ്ങളുടെ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതായിട്ട് ഞാൻ അറിയുന്നത്. വൈസ് പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞത് നമുക്ക് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നമ്മുടെ മൊഴി രേഖപ്പെടുത്താൻ വന്നിരുന്നു. അതെനിക്ക് തോന്നുന്നു 1 മാസം ആവണുള്ളൂ. അത് എന്നോട് അദ്ദേഹം ആ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, പാർട്ടി നേതൃത്വത്തിൽ നിന്ന് അങ്ങനെ തീരുമാനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു പക്ഷെ വൈസ് പ്രസിഡന്റ് റോയ് ഔസേപ്പ് ഇങ്ങനെയാണല്ലോ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല, പുള്ളി ഒന്നുകിൽ മനഃപൂർവ്വം പറഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലും ഉദ്ദേശം എനിക്കറിയില്ല എന്ന് ഞാൻ തന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞു. എന്റെ അറിവിലുണ്ട്, ഞാൻ അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. MLA പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് സാബുവും ജേക്കബും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പാർട്ടി പറയുന്ന ആ നയം നമ്മള് അംഗീകരിച്ചു പോകുന്നു. വൈസ് പ്രസിഡന്റ് എതിർത്ത് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ഇപ്പോഴും ഈ പറയുന്ന ശ്രീനിജനായിട്ട് എപ്പോഴെങ്കിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ ഫോൺ പരിശോധിച്ച് ഞാൻ കാണിച്ചു തരാം. 2021 സെപ്റ്റംബർ 20 ഈ MLA ഫോൺ എന്റെ ബ്ലോക്കാണ്. ഇപ്പൊ നമ്മൾ കോള് ബ്ലോക്ക് അല്ലെങ്കിൽ വാട്സ്ആപ്പ് ബ്ലോക്ക് ചെയ്യുമ്പോ ഡേറ്റ് കാണുമല്ലോ, ആ ഡേറ്റ് ഞാൻ രാഹുലിനെ കാണിച്ചു തരാം. പ്രശ്നം ഉണ്ടായ പിന്നെ നിങ്ങൾ ഇല്ലില്ല, ഒരു കോണ്ടാക്ട് എനിക്ക് ഉണ്ടായില്ല. പക്ഷെ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഈ ശ്രീനിജനായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മള് കാണാറില്ലല്ലോ, നമ്മള് സ്ഥലത്തും പോവാറില്ല. പിന്നെ HMC യോഗത്തില് ഒരു ദിവസം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എനിക്ക് തോന്നുന്നു MLA ആയിട്ട് ഒരു ഇത് ഇരുന്നത് തന്നെ HMC നമുക്ക് അനിവാര്യ ചുമതലയാണ്, പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പങ്കെടുത്തതില് ഞാനും ആ പുള്ളിയായിട്ട് ഭയങ്കര ലഹരം ഉണ്ടായി. പുള്ളി സംസാരിച്ചതിന് തന്നെ ഞാൻ പുള്ളിയോട് കുറച്ച് ഇതായിട്ട് കയർത്ത് സംസാരിച്ച് ഞങ്ങള് അവിടുന്ന് ആ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോരുത്. കുന്നത്തുനാട് MLA അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ ഒരു വേദിയിൽ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ ഒരുപാട് ഫണ്ടുണ്ട്, അതായത് MLA ഫണ്ടുണ്ട്. ആ ഫണ്ട് ഞാൻ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ അവർ വേണ്ട എന്നാണ് പറയുന്നത് കേട്ടു. ഈ MLA ഫണ്ട് മേടിക്കുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ പാർട്ടിക്കകത്തുണ്ടോ? അതായത് അങ്ങനെ മേടിക്കരുതെന്നുള്ള വിലക്ക് എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? ഇപ്പം ഒരു MLA അല്ലെങ്കിൽ MP ഫണ്ട് തരുന്നത് ബ്ലോക്കിൽ നിന്നാണ് അതിന്റെ ഇത് വരുന്നത്. അപ്പൊ നമ്മൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ്, അവര് കൂടുതലും ഹൈമാസ് ലൈറ്റ് ഇടുന്നത്, അതിന് നമ്മൾ NOC കൊടുക്കണം. ഇപ്പൊ റോഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പഞ്ചായത്ത് NOC കൊടുക്കണം. ആ NOC കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് നേതൃത്വം പറയും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചെയ്യണ്ടെന്ന് നിലവിൽ പറയുന്നുണ്ട്, പാർട്ടിയുടെ ഒരു ചെറിയ വിലക്കുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് മേടിക്കാൻ കഴിയുക. അത് ചെയ്യാൻ പറ്റില്ല നമുക്ക്. പിന്നെ അതിനെ മറികടന്ന് ചില സ്ഥലത്തൊക്കെ നമ്മള് തീരുമാനം എടുത്ത് ഞാൻ പോയിട്ടുണ്ട്. അതിന് ഒരു വിലക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഒരു കണ്ണിലെ ഒരു കരടായിട്ട് മാറുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പൊ MP ആയിക്കോട്ടെ MLA ആയിക്കോട്ടെ ആരായാലും തരുന്ന ഫണ്ട് നമ്മള് വിനിയോഗിക്കുക, അത് ജനങ്ങൾക്കല്ലേ. അതാണ് ആ ഒരു നയാണ് എനിക്ക്. കോൺഗ്രസ് ആയിട്ട് എങ്ങനെയാണ് ബന്ധം? സജീന്ദ്രനായിട്ട് കേസ് നടക്കുന്നു. സജീന്ദ്രനായിട്ട് കേസുണ്ട്. പക്ഷെ കോൺഗ്രസ് ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള മെമ്പർമാര് എല്ലാവരും മെമ്പർ. ഇപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള 11ാം വാർഡ് മെമ്പർ, ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയതാ. ഒരു മെമ്പർ നമുക്ക് നഷ്ടമായിപ്പോയി. പിന്നെ അവിടെ ബൈ ഇലക്ഷൻ വന്നു. അപ്പൊ നമ്മള് പാർട്ടിപരമായിട്ട് എല്ലാവർക്കും ഒരു ഇതുണ്ടാവും, പക്ഷെ വ്യക്തിപരമായിട്ട് എനിക്ക് ഞങ്ങളുടെ കൂടെയുള്ള മെമ്പർമാരും ഇല്ല. പക്ഷെ ഉണ്ടെന്നൊക്കെ ഇവര് പുറത്തു പറയുമായിരിക്കും, നമുക്ക് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ അത് ആ രീതിയിൽ ഇപ്പൊ ഒരു സജീന്ദ്രനായിട്ടുള്ള കേസ് ഇപ്പൊ അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പഴി കേട്ടത്, ഇപ്പൊ എന്റെ നേതൃത്വം പോലും പറയുന്നത് അവരായിട്ട് അന്തർധാരയാണ്, അതുകൊണ്ടാണ് ആ കേസ് ഓരോ തവണ തീയതി നീട്ടിപ്പോണേന്ന്. എനിക്ക് അതിൽ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കെന്ന് വെച്ചാൽ ഞാൻ വാദിയാണ്, ഞാനാണ് കേസ് കൊടുത്തത്. പക്ഷെ ഇനി ആ കേസ് മുന്നോട്ട് പോകില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ പാർട്ടി കഴിഞ്ഞ ദിവസം എന്നെ എല്ലാ ഗ്രൂപ്പിൽ നിന്നും എന്നെ റിമൂവ് ചെയ്തു. അതിനകത്ത് 2 സാക്ഷികൾ എന്ന് പറയുന്ന ഒന്ന് അനുപമ മെമ്പറും ഒന്ന് ബ്ലോക്ക് പ്രസിഡന്റ് റസീന പരീതുമാണ്. എന്തായാലും ഞാൻ കൊടുത്ത കേസിൽ അവര് വരില്ല എന്ന് തന്നെ പറഞ്ഞു. ഇനി എന്നിട്ട് ഇപ്പൊ അതിനു മുമ്പ് തന്നെ ഇവര് വന്നില്ല എന്ന് എന്നോട് പറയണതിന് മുമ്പ് തന്നെ പാർട്ടി എന്നോട് പറഞ്ഞത് ഞാൻ ഇവരായിട്ട് അന്തർധാരിയെന്നാ. പക്ഷെ രാഹുൽ അറിയേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ 26-ാം തീയതി, അതായത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 26-ാം തീയതി ആയിരുന്നു ആ കേസിന്റെ സിറ്റിംഗ്. അന്ന് വെളുപ്പിന് 2 മണിക്ക് എന്റെ അമ്മയ്ക്ക് സുഖമില്ലാതെയാവുകയാണ്. ഞാനും എന്റെ മകനും അമ്മയുടെ അനിയത്തി തൊട്ടടുത്ത് താമസിക്കേണ്ട അവരെയും കൂട്ടി ഞാൻ പഴങ്ങണം, നെഞ്ചുവേദന എടുത്ത് അമ്മ ആകെ വേർത്തു. അപ്പൊ ഞങ്ങൾക്ക് ഒരു പെടി തൊട്ടടുത്ത് പട്ടിമറ്റം ഹോളിക്രോസിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ നേരെ ഞങ്ങൾ പഴങ്ങനട കൊണ്ടുപോയി. അമ്മയുടെ ECG വേരിയേഷൻ ഉണ്ടായിരുന്നു, അമ്മ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ രേഖകൾ പരിശോധിച്ചറിയാം. എന്നിട്ട് എനിക്ക് കേസിന് പോകാനുള്ളത് കാരണം ഞാൻ അമ്മയെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കി നേരെ വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഞാൻ കേസിന് പോയി. കേസിന് പോയപ്പോൾ അവിടെ മീഡിയൻ മെമ്പർ മാത്രം അന്ന് ഹാജരായിട്ടുണ്ടായല്ലോ. അതുകൊണ്ട് ആ കേസ്
വീണ്ടും 11-11 മാറ്റി വെച്ചിരിക്കുന്നത്. പക്ഷെ പാർട്ടിയിലുള്ളവർ എന്നോട് പറയുന്നത് ഞാൻ മനഃപൂർവ്വം അങ്ങനെയാണെങ്കിൽ എനിക്ക് സജീന്ദ്രനെ സഹായിക്കുന്ന സമീപനം സ്വീകരിച്ചത് അവരാണ്. പിന്നെ ഇനിയിപ്പം കഴിഞ്ഞ ദിവസം ഇവർ അറിയിച്ചു ഇനി കേസിൽ ഇവർ വരില്ല, അതായത് അനുപമ മെമ്പറും റസീന പരീദും. അപ്പൊ ഇവര് അന്തർധാര ഉണ്ടെന്ന് പറയണതിന്റെ ഒരു കാരണം ഇവരിനി വരില്ല, അപ്പൊ ആ കേസ് തള്ളിപ്പോയി. ഞാൻ മൊഴി കൊടുത്താലും സാക്ഷികളില്ലാതെ ആ കേസ് ഇതാവൂല്ലല്ലോ. അപ്പോ സത്യത്തിൽ നിങ്ങളല്ല അവരും ഇവരും തമ്മിലൊരു അന്തർധാര ആയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതാ എനിക്കറിയില്ല അങ്ങനെ. അപ്പൊ അവര് ആ രീതിയിലേക്കാണ് പോണത്. ഇനി അതും എന്റെ തലയിലേക്ക് വരും. പിന്നെ ഇപ്പം പറയുന്നത് എന്നെ MLA കോണ്ടാക്ട് ചെയ്തു, ഞാൻ LDF ഇനി നിത LDF-ലോ UDF മത്സരിച്ചാൽ ആരും അതിശയിക്കേണ്ട കാര്യമില്ല. അല്ല, അതിലേക്കാണ് പറയുന്നത്. ഈ LDF-ഓ UDF-ഓ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങോട്ടേക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകാനുള്ളൊരു ഒരു തീരുമാനം ഒരു നീക്കവും ഇല്ല എന്റെ ഭാഗത്തുനിന്ന്. കാരണം ഞാൻ എന്നെ ഈ 2020 മത്സരിക്കുന്നുണ്ടോ? ഇനി ഇല്ല, മത്സരിക്കാൻ എനിക്ക് ഇനി പൊതുരംഗത്ത് നിൽക്കാനും താല്പര്യമില്ല. കാരണം നമ്മളെ പോലെയുള്ള 2020 മടിപ്പിച്ചോ നിങ്ങളുടെ ഒരു വ്യക്തിപ്രഭാവം സത്യമുള്ളവർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് അല്ല എന്നാണ് ഞാനിത് കൊണ്ട് എന്റെ ഈ 4 വർഷത്തെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചത്. നമുക്ക് നേരും നിറവുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. 2020 ആളുകൾക്ക് മറ്റുള്ള പാർട്ടിക്കാരോട് മിണ്ടാൻ പാടില്ല എന്നൊരു വിലക്ക് നിലവിൽ കിഴക്കമ്പലത്തുണ്ട്. ഞാൻ കിഴക്കമ്പലത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തിട്ടുള്ളതാണ്, തുറന്ന് പലരും സമ്മതിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. അത് ഈ പഞ്ചായത്തിന് നിലവിൽ അങ്ങനെ ഉണ്ടോ? ഞാനിപ്പോ വിളിച്ച മെമ്പർമാരുടെ കല്യാണത്തിന് പോയി, പക്ഷെ എന്റെ കൂടെയുള്ള വേറെ ആരും വന്നില്ല. കാരണം നമ്മുടെ സഹ മെമ്പറിന്റെ ഒരു കല്യാണമാണ്. ഇതിൽ കൂടുതൽ ഉപരിന്ന് വെച്ചാൽ എന്റെ അച്ഛന്റെ വീട് പെരിങ്ങാലിയാണ്. ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ നിസാർ മെമ്പർ ഉൾപ്പെടെ നമ്മുടെ തൊട്ട അയൽവക്കക്കാരന് അവർ ആ കുടുംബമൊക്കെ ആയിട്ട് ബന്ധം, എന്റെ അച്ഛന്റെ ആ കുടുംബമുള്ള ബന്ധം വെച്ച് പല ആവശ്യങ്ങളും വിളിക്കുക. എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കൂടെയുള്ളവർ പോയില്ല. എന്നാൽ കോൺഗ്രസിലെ വേറെ ചില ആളുകളുടെ അതേ ഹാളിൽ തന്നെ നടന്ന കല്യാണത്തിന് വൈസ് പ്രസിഡന്റ് പോയിട്ടുണ്ട് പുള്ളി. അപ്പൊ ഇവരുടേനും പോയില്ല പുള്ളി. അപ്പൊ നമ്മളൊരാളോട് ഇതാണെങ്കിൽ അത് എല്ലാ ആളുകളോടും കാണിക്കണം. പക്ഷെ അത് പുള്ളിക്കൊക്കെ ഇപ്പൊ ഞാൻ പോവുകയാണെങ്കിൽ അത് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പൊ ഈ ഒരു 17-ാം വാർഡിലൊരു കുടുംബശ്രീ വാർഷികം നടന്നു. ഞാൻ ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാ മെമ്പർമാരുടെ പ്രതിപക്ഷ മെമ്പർമാരുടെ ഞങ്ങള് ഒരുമിച്ച് അവിടെ വേദിയിലിരുന്നു. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ എല്ലാ മെമ്പർമാരും, ഞാൻ അതിന്റെ ഫോട്ടോ കാണിച്ചു തരാം. ഞാൻ റൗണ്ടിൽ ഞങ്ങൾ എല്ലാവരും ഇരിക്കുവാണ്. എന്റെ അടുത്ത് എന്റെ ഇടതുവശത്ത് ആ വാർഡ് കുടുംബശ്രീയില് ഇതിന് പോയി ഒരു 1ാം സമ്മാനം കിട്ടിയ ഷഹസീനി ആയിരുന്നു ഇരുന്നിരുന്നത്. ആ വേദിയില് അവർക്ക് അവിടെ അനുമോദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ആയിരിക്കും വലതുവശത്ത് CDS ചെയർപേഴ്സൺ ആയിരിക്കുന്നത്. അന്ന് അവരുടെ ഈ ബലിപെരുന്നാൾ എന്തോ വരുന്ന കാരണം 2 ദിവസം കണ്ട് നോയമ്പ് നോക്കും. അപ്പൊ ഷഹസീന നോയമ്പ് നോറ്റിട്ട് ഇല്ലായിരുന്നു, അവള് ഭക്ഷണം കഴിച്ച്. അപ്പൊ ഈ റാബിയ എന്ന് പറയുന്ന CDS ചെയർപേഴ്സൺ നോയമ്പ് ഉള്ളത് കൊണ്ട് കഴിച്ചില്ല. അപ്പൊ ആരോ ഈ കൂട്ടത്തിൽ ഇരുന്നവർക്ക് വെള്ളം വേണമെന്ന് എന്തോ പറഞ്ഞപ്പോ അവരത് എടുക്കാൻ പോയി. തൊട്ടിപ്പുറ അവിടെ നിന്ന് നിസാർ മെമ്പർ എന്റെ അടുത്ത് വന്നിരുന്നു. കാരണം സീറ്റ് അവിടെ ആയിരുന്നു ഫ്രീ. റാബിയ ഇത് എടുത്തുകൊണ്ടുവന്ന് പായസം എന്തോ കൊണ്ടു കൊടുത്ത് അപ്പുറത്തെ സീറ്റിൽ ഇരിക്കുകയും ചെയ്തു. നിസാർ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. നിസാർ മെമ്പർ എന്റെ അടുത്ത് വന്നിരുന്നു. ആരോ ഒരാൾ ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ നേതൃത്വത്തിൽ അയച്ചു കൊടുത്തു. നേതൃത്വം അതിന്റെ വിശദീകരണം എന്നോട് ചോദിച്ചു. എന്റെ കയ്യിൽ ഞാൻ നോക്കിയപ്പോ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്ന അത് ശരിക്കും അവരെ ഫോട്ടോ എടുത്ത് അത് ക്രോപ്പ് ചെയ്ത് അത് ഞാൻ പറഞ്ഞില്ലേ മുൻപ് ഈ കാരണം എനിക്ക് PR വർക്ക് നടത്താൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ ഈ വൈസ് പ്രസിഡന്റ് ഈ ലെവിൻ അങ്ങനെയുള്ള മെമ്പർമാർക്കെല്ലാം PR വർക്ക് നടത്താനായിട്ട് അത് 100%. പക്ഷെ ഞാൻ പറയുന്നത് എന്റെ നിരപരാധിത്വം എന്തായാലും ബോധ്യപ്പെടും, 100% ഉറപ്പാണ്. ഞാൻ എന്റെ പ്രവൃത്തിയിലൂടെ തന്നെ ബോധ്യപ്പെടും. ഞാൻ ഇന്ന് വരെ ഈ പാർട്ടിക്കെതിരെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എല്ലാ പഞ്ചായത്തുകളിലും വരും എന്ന് പറഞ്ഞാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ വോട്ട് മേടിച്ചത്. ഈ ഇടയിൽ ആളുകൾ ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് ഇവിടെ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് വരുന്നില്ല എന്ന് പഞ്ചായത്തിലെ മെമ്പർമാരോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിനെങ്ങനെയാ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഇത് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതായത് കുന്നത്നാട് വരും, അതുപോലെ ഐക്കരനാട് വരും. അല്ല, ചില പഞ്ചായത്തുകൾ യോജിച്ച് 1-2 എണ്ണം ഇപ്പൊ കൂട്ടാൻ തന്നെയാണ് തീരുമാനം. നമ്മളെ മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ പാർട്ടിയിലും ഇനി എന്ത് നിലപാടാണ് എടുക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല അതിനെ കുറിച്ച് കൂടുതലൊന്നും.